ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു 2-3 റെസിപ്പീസൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹയാൻകുട്ടന് സുഖമില്ലാതായി എന്നന്ന് പറഞ്ഞില്ലേ, പിന്നെ അതിന് ശേഷം എന്ത് സംഭവിച്ചു, സുഖമില്ലാതായതിന് എന്താ റീസൺ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനൊക്കെയുള്ള മറുപടി ഉണ്ട്. പിന്നെ അവനെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് കോയമ്പത്തൂർ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ എനിക്കും കാണിക്കേണ്ടി വന്നു. അങ്ങനെ കുറേ പുതിയ വിശേഷങ്ങളൊക്കെയാണ് ഉള്ളത്. നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഈ വീഡിയോൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ദേ ഞാൻ സൈഡിൽ ഓരോന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഈ സംഭവത്തിൻ്റെയൊക്കെ ബെനിഫിറ്റാണ്. ഇത് വന്നിട്ട് മൾബറിയാണ് കേട്ടോ. ഇന്ന് കുറച്ച് ഹാർവെസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കുട്ടി ഗാർഡനിൽ കയറിയിട്ട്. അപ്പോൾ കുറേ മുളക് കിട്ടി, പിന്നെ വെണ്ടിക്ക കിട്ടി, വെണ്ടയ്ക്ക കിട്ടി, പിന്നെ ഇതേ മൾബറി കിട്ടിയിട്ടുണ്ട്. മൾബറി ലീവ്സിനൊക്കെ ഗ്ലൂക്കോസ് അധികമായ അവർക്കൊക്കെ നല്ല ഗുണമുള്ളൊരു സംഭവമാണ് കേട്ടോ. അതിൻ്റെ ഒക്കെ റെസിപ്പി ഞാൻ പിന്നെ ഇടാം. പിന്നെ ഇത് ഇത്രയും മൾബറി കിട്ടിയിട്ടുണ്ട്. ഈ മൾബറി നമുക്കും പാൽ കൊടുക്കുന്ന ഉമ്മമാർക്കും കുട്ടികൾക്കും ഒക്കെ ഭയങ്കര ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളതാണ്. ബ്ലഡ് വർദ്ധിപ്പിക്കാനും ഒക്കെ ഉള്ളത്. കാറ്റുകാലമായതോടുകൂടി സൗണ്ട് പോയിട്ടുണ്ട്. നല്ല ചുമയും കഫക്കെട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പനിക്കൂർക്ക പറിച്ചത്. ഇനിയിപ്പോൾ ഡെയിലി രാവിലെ പനിക്കൂർക്ക കൊണ്ട് നമുക്ക് ചായ വെച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എന്താ പറയുക റെസ്പിറേറ്ററി സിസ്റ്റമൊക്കെ ക്ലിയർ ആയിരിക്കാനും കഫക്കെട്ടില്ലാതിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ റെസിപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ പനിക്കൂർക്ക കൊണ്ടുള്ള ചായ ആണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നമ്മുടെ പനിക്കൂർക്കയുടെ ലീഫ് കൊണ്ട് നമുക്ക് ആ ചായ വെക്കാമെന്ന് പറഞ്ഞില്ല. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കട്ട് ചെയ്യാതെ വേണം നിങ്ങൾക്ക് ഇടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ അത് മിക്സിയിലിട്ടൊന്ന് അടിക്കണം എന്ന് മാത്രം. അപ്പോൾ അതില്ലാതിരിക്കാനും ഫ്രഷായിട്ട് നമുക്കിങ്ങനെ പറിച്ച പനിക്കൂർക്ക യൂസ് ചെയ്യാം. പിന്നെ അതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ഇടേണ്ടത് കുരുമുളക് പൊടിയില്ലേ, ലൈറ്റായിട്ട് കുരുമുളകും. അതേപോലെ നമുക്ക് ഈ തൊണ്ടവേദന അല്ലെങ്കിൽ കഫക്കെട്ടൊക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെ പനങ്കൽക്കണ്ട് കിട്ടുവാണെങ്കിൽ അതിട്ടാൽ മതി. എൻ്റെ കയ്യിൽ പനം ചക്കരയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം തന്നെ നമുക്ക് കോഫിനൊക്കെ നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ അതിലൊരു ഗ്ലാസ് വെള്ളത്തിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ട് അത് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ ബേബി ഫുഡാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ആ ഗ്യാപ്പിൽ നമുക്ക് ബേബി ഫുഡ് ഉണ്ടാക്കി വെക്കാനും വേണ്ടിയിട്ട് അതിനുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കുട്ടികൾക്കിത് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും കഴിക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിലേക്ക് അടുത്തത് വേണ്ടത് പരിപ്പാണ്. ചെറിയൊരു കപ്പിലൊരു 3 സ്പൂണോളം പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട നമുക്ക് ഉരുളക്കിഴങ്ങ്, തക്കാളി, സവാള, ഇതാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ പീൽ ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ സൗണ്ട് ഫുള്ളായിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഫോൺ ഇങ്ങനെ അടുത്ത് വെച്ചിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങൊക്കെ അതുപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ തക്കാളി എന്താണെന്നറിയോ കാണിക്കുന്നത്, നമ്മുടെ ഹാർട്ടിന് ഭയങ്കര യൂസ്ഫുള്ളാണ് തക്കാളി എന്ന് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. കാരണം തക്കാളി ഇങ്ങനെ നെടുകെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ ആ ഒരു സിസ്റ്റവുമായിട്ട് ഇതിനൊരു സിമിലാരിറ്റി ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ സവാള വന്നിട്ട് ഇതുപോലെ ഒരു കഷ്ണം സൈഡ് ഒരു കഷ്ണം മാത്രം രണ്ടായിട്ട് മുറിച്ചിട്ട് ഒരു കഷ്ണം എടുക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ സവാള ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ ഒരു പുറന്തോടില്ല അതിങ്ങനെ കളയുക, പിശുക്ക് നോക്കണ്ട. കാരണം അതിൽ ആ കറുപ്പ് സംഭവം ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാൻ കാരണമാവുന്നു എന്നാണ് കേട്ടോ പഠനങ്ങൾ പറയുന്നത്. പിന്നെ ഇത് അപ്പോഴേക്കും അത് കട്ട് ചെയ്തൊക്കെ എടുത്ത് വയ്ക്കുമ്പോഴേക്കും നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കുടിക്കുമ്പോൾ കുറച്ചൊരു എരിവൊക്കെ ഉണ്ടാവും. ചെറിയ കുട്ടികൾക്കൊരു 2-3 സ്പൂണ് കൊടുക്കുകയും ചെയ്യാം. ഒരു ദിവസം ഉണ്ടാക്കി വെച്ചാൽ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുടിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പണിൻ്റെ അടിയിൽ കൂടെ ഓരോ സിപ്പായിട്ട് ഇങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബേബി ഫുഡ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് 1 സ്പൂണോളം ബട്ടർ എടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ മെൽറ്റ് ആയതിന് ശേഷം അതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുക. കുഞ്ഞതാക്കി അരിയാണെങ്കിൽ മതി. നമ്മൾ കുക്കറിൽ വേവിക്കാം കേട്ടോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല വലുതായാലും. പിന്നെ അതേ നമ്മുടെ ഗാർലിക് പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഫ്രഷായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ചെറുതായിട്ട് കട്ട പിടിക്കും ഫ്രഷ് ആയതുകൊണ്ട്, പക്ഷേ എങ്കിലും നല്ലതാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക.
പിന്നെ നമുക്ക് ഉപ്പും കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. കുരുമുളക് പൊടി കുറച്ചായിട്ട് നിങ്ങളുടെ കുട്ടികളുടെ എരിവിനനുസരിച്ച് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. പച്ചമുളക് കുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ കുരുമുളകാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഇന്തുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് ബ്രൊക്കോളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബ്രൊക്കോളി ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ആൻറ്റി ഓക്സിഡൻസ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. കുട്ടികളുടെ ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ബ്രൊക്കോളി. ഇനി ഇതിലേക്ക് ഈ പച്ചക്കറിയൊക്കെ ഒന്ന് മുങ്ങി നിൽക്കുന്ന പോലെ, ഒരുപാട് വെള്ളവും വേണ്ട, എങ്കിൽ തീരെ കുറഞ്ഞു ഇരിക്കരുത്, അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന പരിപ്പുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 4 വിസിൽ വെക്കാം കേട്ടോ. ഞാനത് കവർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊരു 7-8 ചെടി പച്ചമുളകുണ്ട്. അത് ഞാനിങ്ങനെ വിത്തിട്ടിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്കിങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നത് 1 2 ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ അതുപോലെ ഭയങ്കര ഹാപ്പി ആയിട്ടോ. കുറേ ദിവസമായിട്ട് പറിക്കാതൊക്കെ ഇങ്ങനെ വെക്കുകയായിരുന്നു, എന്നിട്ട് ഒന്നിച്ച് പറിക്കാമെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ നെട്ടി കളഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ കുറേ ദിവസം നിൽക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നെട്ടി കളഞ്ഞിട്ട് ബോക്സിലിട്ട് വെച്ച്, പിന്നെ ഇതേ ഫ്രിഡ്ജിൽ നോക്കിയ സമയത്ത് നമ്മുടെ യോഗട്ടില്ലേ 2 ബോക്സും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ശരി, അത് ഹെയ്സൂക്കും ഹയാനുക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ പ്രൊമോഷൻ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുട്ടി ഇതുപോലെ ഇങ്ങനെ അയച്ചു തന്നതാണ്. ചുച്ചുക്കുട്ടിക്കും ഇച്ചു ബേബിക്കും ഉള്ള ഡ്രസ്സാണ് കേട്ടോ. അത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടും. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പോയി നോക്കിയാൽ മതി, ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. 2 ഡ്രസ്സാണ്. ആക്ച്വലി അവരുടെ മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ വേറെ ഒരു ഈ നൂല് കൊണ്ട് ഉണ്ടാക്കില്ലേ, ക്രൂഷെറ്റ്, ആ ഒരു സംഭവമാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കാണിച്ചു തരാം കേട്ടോ. അതൊക്കെ നോക്കി ലോഹർ നിസ്കാരവും കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും ദേ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. നിങ്ങൾ തീരെ ചെറിയ കുട്ടിക്കാണ് കൊടുക്കുന്നത്, അവർ കഴിക്കില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് അടിക്കുക. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അടിക്കേണ്ട ആവശ്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്മാഷ് ചെയ്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇച്ചു ബേബിക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ട് ഫുഡ് കഴിക്കും. നമുക്ക് ഫുഡ് കഴിപ്പിക്കാൻ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഇതിൽ ചോറ് മിക്സ് ചെയ്യണം എന്നൊന്നുമില്ല. ഞാൻ ഇച്ചു ബേബി 1 വയസ്സൊക്കെ കഴിഞ്ഞല്ലേ, അപ്പോൾ പിന്നെ ചോറും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ടാണ് കൊടുക്കുന്നത്. കുറച്ച് വലിയ കുട്ടികൾക്ക്, ഹെയ്സൂനെ പോലെയുള്ള കുട്ടികൾക്കാണെങ്കിൽ സൈഡിൽ നമ്മൾ ഉപ്പേരിയൊക്കെ വെച്ച് കൊടുക്കുന്ന പോലെ വെച്ച് കൊടുത്താലും മതി. ഇതിൽ ഇനിയിപ്പോൾ 1 സ്പൂണ് നെയ്യും കൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബേബീസിന് വെയിറ്റ് ഗെയിൻ ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ കുട്ടികൾക്ക് ബുദ്ധിശക്തി വർദ്ധിക്കാനും ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. വന്നിട്ട് നമ്മുടെ ഹെയ്സൂക്കും വേണമെന്ന് പറഞ്ഞിട്ട് ഹെയ്സൂക്കുള്ളത് കൊടുക്കുകയാണ്. പിന്നെയാണ് ഞാൻ ആലോചിച്ചത്, അല്ല നെയ്യ് ഇട്ട് കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് നെയ്യ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഹോം മെയ്ഡ് നെയ്യ് ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കി വെക്കാനും വേണ്ടിയിട്ട് നമ്മൾ പാലാടിയൊക്കെ എടുക്കുന്നുണ്ട്. എപ്പോൾ ആവുന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ശരിക്കും കറക്റ്റായിട്ട് ഡെയിലി അങ്ങനെ എടുത്ത് വെക്കാനൊന്നും പറ്റുന്നില്ല, മറന്നു പോവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിത്തിരക്കൊക്കെ ഉണ്ടാവും. പിന്നെ ഇതേ നേരെ റൂമിലേക്ക് വന്നിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ വലിച്ചിട്ടൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഈ ക്ലീൻ ചെയ്യാനൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ ഒരു മൺസൂൺ സീസൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മുടിയൊക്കെ കൊഴിയുന്ന ആൾക്കാർ ആണെന്നുണ്ടെങ്കിൽ എവിടെ നോക്കിയാലും ബെഡിലാണെങ്കിലും പില്ലോയിലാണെങ്കിലും ഒക്കെ മുടി ഉണ്ടാവും. പക്ഷെ എനിക്ക് കുറേയേറെ നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഓൺലൈനിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഒനിയൻ ജ്യൂസ് എടുത്തിട്ട് നമ്മൾ സ്കാൽപ്പിലൊക്കെ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടീനെ ഭയങ്കര സ്ട്രോങ് ആക്കും എന്നുള്ളത്. അതുപോലെ തന്നെ ഗ്രാൻഡ് മദേഴ്സും പണ്ടിങ്ങനെ പറയാറുണ്ട്, ഉള്ളിയുടെ നല്ല ജ്യൂസ് എടുത്തിട്ട് തലയിലൊക്കെ തേക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ ഉണ്ടാവില്ല, ഭയങ്കര സ്ട്രോങ് ആവും എന്നുള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഉള്ളിയൊക്കെ എടുത്ത് അരച്ച് ജ്യൂസ് എടുത്തിട്ട് തേക്കാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല ഡെയിലി ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് ഒരു ഇന്ത്യാസ് നമ്പർ 1 ഒനിയൻ ഷാമ്പു കിട്ടിയിട്ടുള്ളത്. അതായത് മാമ എർത്തിന്റെ ഒനിയൻ ഷാമ്പു ആണ്. നോ ടോക്സിൻ, നോ സൾഫേറ്റ് ആണ്. ഇതിന്റെ ഒരു ടെക്സ്ചർ എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ.
ഈ ഒരു ടെക്സ്ചറാണ് കേട്ടോ വരുന്നത്. ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 90% നമ്മുടെ ഹെയർ ഫോള് റെഡ്യൂസ് ചെയ്യും, നമ്മുടെ റൂട്ടിനെ സ്ട്രെങ്തൻ ചെയ്തിട്ട് നമ്മുടെ മുടി പൊട്ടിപ്പോവുക, കൊഴിയുക, അതൊക്കെ തടയും കേട്ടോ. അതിനുശേഷം ഇത് തേച്ച് നമ്മൾ നല്ല വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഒനിയൻ കണ്ടീഷണറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് മുടിയിൽ നീളത്തിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം നിന്നതിന് ശേഷം വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മുടി ഭയങ്കര സോഫ്റ്റനായിട്ട് കിട്ടുകയും മീൻസ് നല്ലൊരു സ്മൂത്ത് സിൽക്കി ടെക്സ്ചർ നമുക്ക് കിട്ടും. ഇത് ടെക്സ്ചർ ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഞാൻ തല കഴുകുന്ന സമയത്ത് ഡെയിലി ഇത് യൂസ് ചെയ്തിട്ടാണ് കഴുകുന്നത്. അതുകൊണ്ട് തന്നെ 90%ഓളം നമുക്ക് മുടി കൊഴിച്ചിൽ തടയാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാമാർത്തിന്റെ ഈ പ്രോഡക്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റില്, ആപ്പില്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പർപ്പിൾ എല്ലാം തന്നെ അവൈലബിൾ ആണ്. മാമാർത്തിന്റെ എല്ലാ പ്രോഡക്ട്സും ഇപ്പൊ ഓഫ്ലൈൻ ആയിട്ട് ഷോപ്പുകളിലും കൂടെ കിട്ടുന്നുണ്ട്. ഏതെങ്കിലും ഷോപ്പിൽ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് മെസ്സേജ് ചെയ്യുക. പിന്നെ മാമാർത്തിന്റെ പ്രോഡക്ട്സ് ഒക്കെ നിങ്ങൾ അവരുടെ ആപ്പിന്നോ വെബ്സൈറ്റിന്നോ വാങ്ങാനെന്നുണ്ടെങ്കിൽ എന്റെ കൂപ്പൺ കോഡായ സിലു 2024 എന്ന് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ടും കൂടെ കിട്ടുന്നതാണ്. മാമാർത്തിന്റെ ഒരു പ്ലാൻ ഗുഡ്നെസ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന സമയത്ത് 2025 ആകുമ്പോഴേക്കും 1 million ട്രീസ് നടുക എന്നുള്ളതാണ്. നമ്മൾ വാങ്ങുന്ന ഓരോ പ്രൊഡക്റ്റും അവരുടെ വെബ്സൈറ്റ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് ഒരു ട്രീ നടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓരോ പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് നമ്മളും ഒരു ട്രീ നട്ടതിന് തുല്യമാണ്. അപ്പൊ ഇവരുടെ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള എല്ലാ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, പ്രൊഡക്റ്റ് ടാഗ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ കയറി ചെക്ക് ചെയ്ത് നോക്കട്ടാ. ഈ വീഡിയോ വന്നിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന ദിവസമല്ല ഷൂട്ട് ചെയ്തിട്ടുള്ളത്, കുറേ ദിവസം മുമ്പത്തെ കാര്യങ്ങളാണ്. നമ്മൾ കുറേ ദിവസം മുമ്പത്തെ കാര്യങ്ങളൊക്കെ എല്ലാം റെഡി ആയതിന് ശേഷമായിരിക്കും മിക്കവാറും വീഡിയോസായിട്ട് ഇടുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഒരു സൗണ്ട് വ്യത്യാസം വരുന്നത്, മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചതുകൊണ്ട്. പിന്നെ ഇതേ ഞാൻ അതിന് ശേഷം കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു ഹെൽത്തി എന്താ പറയുക, ഈ വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രൊക്കോളി എടുത്തിട്ടുണ്ട്. ബ്രൊക്കോളി തണ്ടും അതിൻ്റെ ഈ പൂവും എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ബട്ടർ ഇട്ടിട്ട് ബ്രൊക്കോളി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും, ഇന്തുപ്പാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്, അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും. ഈ പറഞ്ഞില്ലേ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്ക് അതുപോലെ ബ്ലഡ് വെക്കാനൊക്കെ ഇത്ത റെസിപ്പീസൊക്കെ പറഞ്ഞുതരുമെന്ന് ചോദിച്ചു. പക്ഷേ ഈസി ആയിട്ടുള്ളതും വേണം. ഇതുപോലത്തെ സംഭവമൊക്കെ അവർക്ക് ചെയ്യാനായിട്ട് പറ്റും. അന്നത്തെ ദിവസം നമ്മുടെ വീട്ടിൽ അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മക്കും നല്ലൊരു റെസിപ്പി ആയാലും, അമ്മ ഡയറ്റിലാണ് കേട്ടോ, വെയിറ്റ് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മക്കും എനിക്കും കൂടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയതാണ്. പിന്നെ ഇത് വന്നിട്ട് വലിയ വഴുതനയില്ലേ, അതാണ് കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഈ എന്താ പറയുക, ഭയങ്കര സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഇടയ്ക്കൊക്കെ വാങ്ങാറുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചെറിയ കത്തിയിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് നോക്കിയതാണ് കേട്ടോ, പക്ഷേ എനിക്കത് സെറ്റാവുന്നില്ല. അപ്പോൾ പിന്നെ നമ്മുടെ വലിയ കത്തി തന്നെ ആയുധം എടുത്തിട്ടുണ്ട്. ഇനി ഇത് വന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചില്ലി ചിക്കൻ മസാലയില്ലേ അത്, പിന്നെ കുറച്ച് ഗാർലിക് പൗഡർ എല്ലാം കൂടി മസാല നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചില്ലി ചിക്കനൊക്കെ പൊരിക്കാനും വേണ്ടിയിട്ട് ആക്കൂലേ, അതുപോലെ നമുക്ക് ഈ ഒരു വഴുതന നമുക്കൊന്ന് മുക്കി ഇതിൽ ഇങ്ങനെ ആക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് ഉപ്പും മുളകും അത്യാവശ്യം ഒന്ന് നന്നായിട്ട് പിടിച്ചതിന് ശേഷം നമുക്കിത് നോർമലായിട്ട് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമുക്ക് ബ്രൊക്കോളി ഈ ഒരു സ്റ്റേജിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൊരിഞ്ഞിട്ട് വരില്ല, ആ സ്റ്റേജിൽ എടുത്തിട്ട് നമുക്ക് വെറുതെ വേണമെങ്കിൽ കഴിക്കാം. ഞാൻ കുറച്ചും കൂടെ ഹെൽത്തിയും ടേസ്റ്റിയും ആക്കാനും വേണ്ടിയിട്ട് മറ്റൊരു സംഭവം കൂടെ ചെയ്യുന്നുണ്ട്, അതും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനൊരു പാനിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ വഴുതന ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അത് ഫുള്ളായിട്ട് മുക്കി പൊരിക്കുന്നവർക്ക് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ നമ്മൾ ഒരുപാട് എണ്ണ യൂസ് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഗോതമ്പിൻ്റെ ബ്രെഡില്ലേ, വീറ്റ് ബ്രെഡ്, അതും കൂടെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് ഞാൻ കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ട് നമ്മുടെ സ്വീറ്റ് കോണ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് രാജ്മയും കൂടെ വേവിക്കാനായിട്ട് ഇടുന്നുണ്ട്. വൈകുന്നേരം നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ, വലിയവർക്കും വേണ്ടിയിട്ട്. നമ്മൾ ഈ സ്നാക്സായിട്ട് വറുത്തതും പൊരിച്ചതും ഒക്കെ കഴിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കടലവർഗ്ഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വേവിച്ചിട്ട് ജസ്റ്റ് ഒന്ന് താളിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തിനും നല്ലതാണ്, വെയിറ്റ് വെക്കും എന്നുള്ള പേടിയും ഇല്ല കേട്ടോ.
പിന്നെ ഇതേ നമ്മുടെ ബ്രെഡ് അത്യാവശ്യം ടോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാനിങ്ങനെ ഒന്ന് അടുക്കി പെറുക്കി ഇങ്ങനെ നല്ല ഭംഗിയിലാക്കി വെക്കാനും വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയാണ്, അമ്മക്ക് നല്ല സ്റ്റൈലിൽ കൊണ്ട് കൊടുക്കാനും വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ദേ ഒരു പാനിലേക്ക് കുവ്വപ്പൊടിയില്ലേ, എനിക്കറിയുമെന്നറിയില്ല, അത് വേറെ എങ്ങനെ പറയാമെന്നറിയില്ല, ആ കുവ്വപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 1.5 ടീസ്പൂണോളം. പിന്നെ അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ സ്പൂണിൽ നമുക്ക് ആവശ്യത്തിന് എരിവിന് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഇന്തുപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സ്ത്രീകൾക്കൊക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള സംഭവമാണ് കുവ്വപ്പൊടി. വെള്ളപോക്ക് പോലെയുള്ള സംഭവങ്ങളൊക്കെ കുറവാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സംഭവമാണ് കേട്ടോ. നമ്മൾ അധികം ഫുഡിൽ ഇങ്ങനെ ഇൻക്ലൂഡ് ആക്കാറില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വല്ല ക്രീമി ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുവ്വപ്പൊടി ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ പാസ്ത ഒക്കെ ഉണ്ടാക്കുമ്പോൾ റാഗിപ്പൊടി ഞാൻ ഇടുന്നില്ല, അതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുവ്വപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1 സ്പൂണോളം ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തിക്കായിട്ട് വരും. ഈ തിക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങൾക്ക് ഒരുപാട് ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ വെള്ളം ചേർക്കാം, അല്ലെങ്കിൽ തിക്കായിട്ട് ഇതുപോലെ ചെയ്യാനും പറ്റും. കുട്ടികളുടെ കുറുക്ക് പോലെ ആക്കിയിട്ട് അതിലേക്ക് ഞാൻ നമ്മുടെ ബ്രൊക്കോളിയും കുറച്ച് കോണും കൂടി, അതായത് സ്വീറ്റ് കോണും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചിലർക്ക് കാണുന്ന സമയത്ത് ഇതെന്താ അത് രസം ഉണ്ടാവില്ല, എന്തൊക്കെയോ ചെയ്യണമെന്നൊക്കെ തോന്നും. ആക്ച്വലി അങ്ങനെയല്ല, ഇത് വലിയ വലിയ റെസ്റ്റോറൻറ്റുകളിലൊക്കെ അവരിങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ അത് നമ്മൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് മൈദയ്ക്ക് പകരം കൂവപ്പൊടി യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് വന്നിട്ട് റാഗിയുടെ ഫ്ലേക്സ് ആണ്, നമ്മൾ കോൺഫ്ലേക്സ് ഒക്കെ പോലെ റാഗീനെ ഇതുപോലെ ആക്കിയെടുത്തതാണ്. അതും കൂടെ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ക്രഞ്ചി ആയിട്ട് കടിക്കാനും കിട്ടുമ്പോൾ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പ്ലേറ്റിലേക്ക് നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇതെല്ലാം തന്നെ കഴിക്കുമ്പോഴേക്കും നമ്മുടെ വയറ് നന്നായിട്ട് ഫില്ലായിട്ട് വരും. പിന്നെ നിങ്ങൾക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഹെൽത്തി റെസിപ്പീസ് മാത്രമായിട്ട് ഡയറ്റ് റെസിപ്പീസ് ഇടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇത് ഞാൻ പ്ലേറ്റിൽ ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു വഴുതന പൊരിച്ചത്, പിന്നെ ഒരു 4 ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ, അതായത് 2 ബ്രെഡേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മുടെ ബ്രൊക്കോളിയും പിന്നെ കുറച്ച് സ്വീറ്റ് കോണും കൂടെ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കൊണ്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. അമ്മ സാധാ ചോറ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇപ്പോൾ കഴിക്കാറില്ല. ഞാൻ പറഞ്ഞില്ല, ഇത് കുറേ ദിവസം മുമ്പാണ്. ഇപ്പോൾ വോയിസ് ഓവറോട് കൊടുക്കുന്ന സമയത്തൊന്നും അമ്മ ഇവിടെ ഇല്ല. അന്നൊരു ദിവസം ജസ്റ്റ് വന്നിട്ട് പിന്നെ പോയി. അപ്പോൾ നമ്മളുണ്ടാക്കുന്ന സംഭവം ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ. അങ്ങനെ ഞാനും റനക്കുട്ടിയും എല്ലാവരും കഴിച്ചു കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് കുറച്ച് കഞ്ഞിയും കൂടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. റനക്കുട്ടിക്ക് കഞ്ഞി മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടെ കഞ്ഞിയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കറി വേണമെന്നില്ല. അപ്പോഴേക്കും റനക്കുട്ടി ഫിഷ് ഫിംഗറും കൂടെ പൊരിച്ചിട്ട് അവളുടെ പ്ലേറ്റാണ് ഈ കാണുന്നത്. ഫുൾ സെറ്റപ്പിലാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇങ്ങനെ ഹയാൻകുട്ടന് പെട്ടെന്ന് സുഖമില്ലാതായി എന്നുള്ളത്. അത് ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒരു ദിവസം ഞാനും റനക്കുട്ടിയും കൂടെ താഴെ ഇരിക്കുന്ന സമയത്ത് മുകളിൽ കുട്ടികൾക്ക് TV സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും വലിയൊരു സൗണ്ട് കേട്ടെ. അപ്പോൾ ഫസ്റ്റ് സൗണ്ട് കേട്ട് ഞാൻ പേടിച്ചിട്ട് റനക്കുട്ടി എന്തോ മേലെ സൗണ്ട് കേൾക്കുന്ന, റനക്കുട്ടി ഒന്ന് പോയി നോക്കുന്നു പറഞ്ഞപ്പോൾ ഇല്ലമ്മേ അവിടെ ഹയാനുണ്ട്, കുട്ടികളെ നോക്കിക്കോളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ലടി എവിടെയെങ്കിലും വീണാലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ സമയത്ത് അവൾ പറഞ്ഞു ഇല്ലമ്മേ ഹയാനുണ്ടെന്ന്. ഈ സൗണ്ട് കേട്ട ഉടനെ തന്നെ 2ാമത്തെ പ്രാവശ്യം പെട്ടെന്ന് വീണ്ടും വലിയൊരു സൗണ്ട്, ആരോ വീഴുന്ന പോലെ സൗണ്ട് കേട്ട്. അപ്പോഴേക്ക് റനക്കുട്ടി ഓടിപ്പോയി നോക്കിയത് മമ്മി അമ്മി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന സൗണ്ടാണ് കേട്ട്. നോക്കിയപ്പോൾ ഹയാന് തലറിഞ്ഞ് വീണതാണ്. പിന്നെ ഞാൻ പോയിട്ട് അവന് ബോധം ഉണ്ടായിരുന്നില്ല. അവനെങ്ങനെ പിടിച്ച് താഴെ എത്തിച്ചു എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. എങ്ങനെയൊക്കെയോ എടുത്ത് കൊണ്ടുവന്ന് താഴെ കൊണ്ടുവന്ന് പിന്നെ കസിനൊക്കെ വന്നിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. പിന്നെ അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് CT സ്കാനൊക്കെ ചെയ്ത് നോക്കി, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ജില്ലാ ഹോസ്പിറ്റലിലാണ് പോയത്. അതിന് ശേഷം നമ്മൾ പിന്നെ കോയമ്പത്തൂരിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, എല്ലാം ഒന്ന് ചെക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നിന്നാണ് അവിടുത്തെ ഡോക്ടർ പറഞ്ഞത്, ഈ മൊബൈൽ നോക്കുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് ഈ ഫ്ലാഷ്, ആ ലൈറ്റുകളുണ്ടല്ലോ, ഫ്ലാഷ് അല്ല, ഈ ഫ്ലിക്കറിങ് ആയിട്ടുള്ള ലൈറ്റ്സൊക്കെ വരുമ്പോൾ അത് ഭയങ്കര ദോഷമാണ്. ബ്രെയിന് തന്നെ കൺഫ്യൂഷൻ ആവും. എന്നിട്ട് അത് ബ്രെയിൻ കൺഫ്യൂഷനായി ഷട്ട് ഡൗൺ ആവുന്ന പോലെ ആവുന്ന ഒരു സംഭവമാണ്. കുട്ടികളുടെ നോളേജിനെയും ഒക്കെ തന്നെ ബാധിക്കും. അതുകൊണ്ട് മൊബൈൽ അങ്ങനെ കൊടുക്കരുത്, മറ്റ് ആക്ടിവിറ്റീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഹയാൻ അങ്ങനെ ഞാൻ മൊബൈലൊന്നും കൊടുക്കില്ലായിരുന്നു. പക്ഷേ ഈ ഒരു കൊറോണ സമയത്ത്, ലോക്ക്ഡൗൺ സമയത്ത് സ്കൂളൊക്കെ അതിലായപ്പോൾ അങ്ങനെ അവൻ അതിലേക്ക് അഡിക്റ്റ് ആയ പോലെ ആയതാണ് കേട്ടോ. എൻ്റെ മൊബൈലൊന്നും എടുക്കില്ല, പക്ഷെ അവനിങ്ങനെ കണ്ണിൻ്റെ അടുത്ത് വെച്ചിട്ട് ഇരുന്ന് കണ്ടിട്ടും അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചതാണ്. പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. അങ്ങനെ പോയ സമയത്ത് എനിക്കും കൂടെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ റിസൾട്ട് സത്യം പറഞ്ഞാൽ ഇതുവരെ വാങ്ങിയിട്ടില്ല. പിന്നെ നമ്മൾ പോയിട്ടില്ല കോയമ്പത്തൂർ. ഇത് വന്നിട്ട് എപ്പോഴാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു 2-3 ആഴ്ച ആയിട്ടുണ്ടാവും തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. നിങ്ങളുടെ മക്കൾക്കും മൊബൈൽ നിങ്ങൾ
കാണുന്നുണ്ടെങ്കിൽ കൊടുക്കരുത്. കുട്ടികൾക്ക് വിർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞാൽ ഓട്ടിസത്തിലേക്ക് നിങ്ങളുടെ മക്കൾ പോകും. അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്. നമ്മളൊക്കെ വളരുന്ന സമയത്ത് മൊബൈലൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമുക്ക് തന്നില്ല, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്തില്ല എന്ന് പറയാം. പക്ഷേ മൊബൈൽ യൂസ് ചെയ്യാൻ കൊടുക്കാം, പക്ഷെ അത് അവർക്ക് യൂസ്ഫുള്ളായിട്ട് ഇത്ര ടൈമിംഗ് വെച്ചിട്ട് കുറച്ച് നേരം നോക്കിയതിന് ശേഷം തരണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കണ്ടീഷനായിട്ട് തന്നെ ഇരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഭാവി നമ്മളായിട്ട് പഠിച്ചോ നമുക്ക് നല്ല രീതിക്ക് തന്ന മക്കളെ നമ്മളായിട്ട് വല്ല അസുഖങ്ങളിലേക്ക് കൊണ്ടെത്തിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ഷെയർ ചെയ്തത് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തു എന്നുള്ളൂ. ഇതും കുറേ ദിവസം മുമ്പ് പറിച്ചതാണ്. ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്തതാണ് കേട്ടോ. ഇത് പക്ഷേ ഇപ്രാവശ്യം കിട്ടിയത് വലിയൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പക്ഷികളൊക്കെ ഇങ്ങനെ കടിച്ചിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അതായത് ഇത് വന്നിട്ട് ബെയർ ആപ്പിളാണ്. മരം അത്യാവശ്യം നല്ല വലുപ്പം വെച്ചിട്ടുണ്ട്. കുഞ്ഞതായിരിക്കും, ചെടി പോലെ കൊണ്ടുവന്ന് നമ്മൾ വെച്ചതായിരുന്നു, പക്ഷെ ഇപ്പോൾ നല്ല വലുപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടിക്കരുത്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് ചെവിയിൽ വന്ന് രഹസ്യം പറയുന്ന പോലെ ഫോണും പിടിച്ചിട്ടാണ് കേട്ടോ ഈ സംസാരിക്കുന്നത്. എൻ്റെ ഈ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോലൊരു സംഭവമുണ്ട്. അപ്പോൾ അതിനുള്ള ബ്ലഡ് ടെസ്റ്റും തൈറോയിഡും എല്ലാം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. റിസൾട്ട് എന്താണെന്നൊന്നും അറിയില്ല. ഇൻഷാ അല്ലാ പോയി നോക്കണം. പോവുകയാണെങ്കിൽ 45 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ അവർ പോകാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എൻ്റെ കൈവേദന ഉണ്ടല്ലോ, ഞാൻ മിക്കവാറും വിചാരിക്കും എനിക്ക് ഹാർട്ട് അറ്റാക്ക് ആണോ എന്നുള്ളത്. കാരണം ടെൻഷൻ ആകുമ്പോഴൊക്കെ എനിക്ക് ഈ ലെഫ്റ്റ് സൈഡ് കഴുത്തോടുകൂടെ കൈ ഇങ്ങനെ വേദനിക്കും കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. പിന്നെ കുറേ മെഡിസിൻസൊക്കെ ഉണ്ടായിരുന്നു. രാത്രി ആകുമ്പോൾ കുറച്ചൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതും കൂടെ കഴിച്ചിട്ട് പോയി കിടക്കാൻ പറ്റൂല. നമുക്ക് കുറേ എഡിറ്റിങ്ങും വോയിസ് ഓവർ കൊടുക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ചെയ്യണം. അപ്പോഴേക്കും സമയം വന്നിട്ട് മക്കളെയൊക്കെ ഉറക്കിയിട്ട് സമയം നോക്കുന്ന ടൈം ഒരു ഏകദേശം 1 മണി ആയിട്ടുണ്ടായിരുന്നു. ഇനി എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് നമുക്ക് കിടക്കാൻ പറ്റുകയെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ഒരു 3 മണിയൊക്കെ ആവും. ശരിക്കും പറഞ്ഞാൽ ഉറക്കമൊഴിക്കുന്നതൊക്കെ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ നമുക്ക് വേറെ വഴിയില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ വീഡിയോസും കുറവാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുക. ഇൻഷാ അല്ലാ. ബൈ ബൈ. ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.